ഈ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് എന്നോട് ചോദിച്ചേ, ഈ നമ്മളിവിടെ കൊടുക്കുന്ന ടീക്വുഡിൻ്റെ ഡോർ, അതായത് ഒരു 20,000 രൂപ അല്ലെങ്കിൽ 17,000 രൂപ വില വന്ന ഒരു ടീക്വുഡിൻ്റെ ഡോർ, ഒരു 7,000 രൂപ 8,000 രൂപ വില വന്ന ഒരു മഹാഗണിൻ്റെ ഡോർ, ഇത് രണ്ടും ഡോർ തന്നെയാണല്ലോ, രണ്ടും സെയിം പർപ്പസ് മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ടീക്കിൻ്റെ ഡോർ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് രണ്ടിലും ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യണത് ഏതാണ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നു. ടീക്ക് വില കൂടിയ മരമാണ്, ഡെഫിനറ്റ്ലി ആ ടീക്കിന് വില വന്നത് ടീക്കിൻ്റെതായ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുകൊണ്ടാണ്. അതിൽ മേജർ ഫാക്ടറാണ് ഒരു ഓയിൽ കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം. അത് ഏറ്റവും നല്ല തേക്കുകളിൽ ഉണ്ടാവുന്ന സാധനം ഓയിൽ കണ്ടന്റ്. അപ്പോൾ ഈ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മഹാഗണി മരത്തിൽ പണിയുന്നത് ടീക്ക് പണിയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാഗണി ലാസ്റ്റ് ചെയ്യണത് ഒരു 20 വർഷം അല്ലെങ്കിൽ 15 വർഷം അല്ലെങ്കിൽ തേക്ക് അത് 45 വർഷം 50 വർഷം ലാസ്റ്റ് ചെയ്യും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തേക്കിൻ്റെ അകത്ത് ഒരു ഓയിൽ ഉള്ളതുകൊണ്ട് കുത്താനുള്ള ടെൻഡൻസി മരത്തിന് ഒരു പരിധി കൂടുതൽ ഷ്രിങ്കേജും കോൺട്രാക്ഷനും ക്രാക്സും വരാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. നേരെ മറിച്ച് മഹാഗണി പോലുള്ള മരങ്ങളിൽ ഉള്ളിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും, എല്ലാ മരത്തിലും ഉണ്ടാവണം. ഈ മോയ്സ്ചർ കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം മരം ഒരുപാട് വലിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ അത് പറഞ്ഞത് ഒരു 15 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു കംപ്ലീറ്റ് മോയ്സ്ചർ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നല്ല ഇമ്പാക്റ്റിൽ വാതിൽ അടയ്ക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് മഹാഗണിയുടെ ഡോറിനായിരിക്കും, പൊട്ടൽ കാര്യങ്ങൾ കൂടുതൽ. നേരെ കുറച്ച് തേക്കിൻ്റെ ഡോറിന് അങ്ങനെ ആയിരിക്കില്ല, കുറച്ചും കൂടി സ്റ്റേഡി ആയിരിക്കും, മരത്തിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും, ഡെൻസിറ്റി ഉണ്ടാവും. മഹാഗണി നേരെ കുറച്ച് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എടുത്ത് പൊക്കാനായിട്ട് എളുപ്പമായിരിക്കും, ഒരു തരി വെള്ളമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരി വെയിറ്റ് ഉണ്ടാവില്ല, പെട്ടെന്ന് പൊട്ടാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇനി ഈ തേക്കിൽ തന്നെ അതിലൊരു വ്യത്യാസമുണ്ട്. ഈ തേക്ക് എടുക്കണ മരം എവിടുത്തെ മരമാണെന്നനുസരിച്ചിരിക്കും ഈ തേക്കിൻ്റെ ക്വാളിറ്റി നന്നാവണം. ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ ബ്രസീലിൽ ടീക്ക് വരുന്നുണ്ട്, നമ്മുടെ നാടൻ തേക്കുകളുണ്ട്, ബ്രസീലിൽ ടീക്കുകളുണ്ട്. നമ്മുടെ നാടൻ തേക്ക് കുറേയും കൂടി ബെറ്ററാണ് ബ്രസീൽ ടീക്കിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ. അതെന്താ വെച്ചാൽ ബ്രസീലിൽ എന്ന് പറഞ്ഞ ടീക്കിൽ വലിയ കാര്യമായിട്ടുള്ള ഓയിലൊന്നുമില്ല, അതിൽ മോയ്സ്ചർ ഉണ്ടാവും. ആ മോയ്സ്ചർ ഉണ്ടാവുന്ന സാധനങ്ങൾ ഫുള്ള് ഡ്രൈ ആയതിനു ശേഷം ആ മരം ഈ സെയിം മഹാഗണി പോലെ തന്നെയാവും. കാഴ്ചക്ക് കാണുമ്പോൾ തേക്കിൻ്റെ കളറുണ്ട്, തേക്കാണെന്ന് പറയാം എന്നുള്ളതല്ലാതെ തേക്കിൻ്റെതായിട്ടുള്ള ഒരു എക്സാക്ട് പ്രോപ്പർട്ടി ഒരിക്കലും അതിന് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ പ്ലാന്റേഷൻ ടീക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാടൻ തേക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അല്ലെങ്കിൽ സുഡാൻ, കുഡോർ അങ്ങനെ വന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ബർമാട്ടിക്കൊക്കെ ഫൈനസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, സൂപ്പർ സാധനം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മഹാഗണി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് തന്നെയാണ്. അതല്ലാതെ ഈ ബ്രസീൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ടീക്ക് എടുത്തിട്ടും വന്നിട്ട് അത് ടീക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചക്കും അത്രയും ടീക്കാവുള്ളൂ, ഒരിക്കലും അതിനൊരു ടീക്കിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല.